പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു തമിഴ്നാട് വാൽപ്പാറയിൽ ഒരു കുഞ്ഞിനെ 4 വയസ്സുകാരി കുഞ്ഞിനെ പുലി പിടിച്ചുകൊണ്ടുപോയതല്ലേ. അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അണ്ണാമലൈ ടൈഗർ റിസർവിലും അതുപോലെ തന്നെ പച്ചമല എസ്റ്റേറ്റിലും ഒക്കെ കുട്ടിക്കായുള്ള തിരച്ചിൽ ഊർജിതമാണ്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജാർഖണ്ഡ് സ്വദേശികളുടെ മകളെ പുലി പിടിച്ചത്. ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ തിരച്ചിൽ രാത്രി വൈകിയൊക്കെ അവസാനിപ്പിച്ചിരുന്നു. ഇപ്പോൾ തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ടോ? പിന്നെ ഈ പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നോ? എന്താണ് രാവിലെ തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്? സേതു, തൃശ്ശൂരിൽ നിന്ന് പങ്കിടാനുള്ളത് അത്യന്തം ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ. ഏതായാലും ആ 4 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ വളരെ ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് തമിഴ്നാട് പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും വനം വകുപ്പും ചേർന്ന ഇങ്ങനെ 3 സേനാ വിഭാഗങ്ങൾ ചേർന്നാണ് കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ രാത്രി വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്നും ഒട്ടേറെ വന്യമൃഗങ്ങളുള്ള ഒരു പ്രദേശമായതിനാലും ആളുകളുടെ സുരക്ഷയെ കരുതിയും രാത്രിയിലുള്ള തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനിടയിൽ കുട്ടിയെ പിടികൂടിയ പുലിയുടേതെന്ന് സംശയിക്കുന്നത് 2 കാൽപ്പാടുകൾ കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പുലിയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, കുട്ടിയുടെ മാതാവായിട്ടുള്ള മോണിക്ക ദേവിയാണ് കുഞ്ഞിനെ പുലി പിടിച്ചുകൊണ്ടു പോകുന്നത് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഈ സംഭവത്തിൽ ദൃക്സാക്ഷി കൂടി ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ പിടികൂടിയത് പുലി തന്നെയാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് വനംവകുപ്പും തമിഴ്നാട് പോലീസും. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ എത്രയും വേഗം കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ അതിരാവിലെ തന്നെ പുനരാരംഭിച്ചിരിക്കുകയാണ്. തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ മേഖലയാണ്, റിസർവ് വനമാണ്, അണ്ണാമലൈ റിസർവ് വനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണത്. ധാരാളം വന്യമൃഗങ്ങളുള്ള ക്രൂരമൃഗങ്ങളുള്ള ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തിരച്ചിൽ നടത്താനായില്ല. പക്ഷേ ഇന്ന് രാവിലെ കുട്ടിയെ കണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ കുട്ടിയുടെ ഉടുപ്പടക്കം ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയതായാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും 4 വയസ്സുകാരി എന്ന റോഷ്നി എന്ന പിഞ്ചു കുഞ്ഞിനെ പുലി എടുത്തോണ്ട് പോകുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമാണെങ്കിലും കേരള അതിർത്തിയോട് ചേർന്ന പ്രദേശമാണെങ്കിലും നമുക്കും ഏറെ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. ആ കുഞ്ഞിനെ എത്രയും വേഗം കണ്ടെത്താനാകണം എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമത്തിൽ തന്നെയാണ് തമിഴ്നാട്ടിലെ പോലീസും വനംവകുപ്പും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമെല്ലാം. കുഞ്ഞിന്റെ മാതാപിതാക്കൾ ജാർഖണ്ഡ് സ്വദേശികളാണ്. അവിടെ നിന്നും അതിഥി തൊഴിലാളികളായി തമിഴ്നാട്ടിലെ പച്ചമല എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളികളായി എത്തിയവരാണ്. ഏകദേശം 3 വർഷത്തിലധികമായി ഇവരിവിടെ താമസമാക്കിയിട്ട് 2 കുഞ്ഞുങ്ങളാണ് റോഷ്നിയെ കൂടാതെ ഇവർക്കുള്ളത്. ഏതായാലും മാതാപിതാക്കളുടെ വലിയ ദുഃഖം തന്നെയാണ് ഉള്ളത്. അമ്മയുടെ കൺമുന്നിൽ നിന്നാണ് പുലി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സേതു, തീർച്ചയായും ലെവിൻ പറഞ്ഞ പോലെ എത്രയും വേഗം ഒരു ശുഭവാർത്ത നമ്മളെയൊക്കെ തേടി എത്തട്ടെ. കുഞ്ഞിന് മറ്റ് ആപത്തുകളൊന്നും ഇല്ലാതെ കുഞ്ഞിനെ തിരികെ കിട്ടട്ടെ. അവിടെ തിരച്ചിലൊക്കെ ഊർജിതമായിട്ടുണ്ട്. 4 വയസ്സുകാരിയാണ്. കുഞ്ഞ് വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതുപോലെ വന്യമൃഗം പുലി ആ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോയത്. ഇതിപ്പോൾ ഉള്ള ഒരു അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ.